പാർട്ട് 2 ഓഫ് നാട്ടിൽ ഗോയിങ്. സിംഗപ്പൂരിലായിരുന്നു നമ്മുടെ ലേ ഓവർ. ഇത്തവണ 4-5 മണിക്കൂർ ഇവിടെ സ്റ്റക്കാട്ടോ. പക്ഷെ ഒട്ടും ബോറടിപ്പിക്കത്തില്ല സിംഗപ്പൂർ എയർപോർട്ട്. അത്രയ്ക്കും കാണാനുണ്ട്. മിക്കപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഉള്ള ലേ ഓവർ ഇവിടെ ആണെങ്കിൽ പോലും ഈ ഒരു ഫുൾ എയർപോർട്ട് ഞാൻ ഇന്നേ വരേക്ക് കണ്ടു തീർത്തിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും കാഴ്ചകൾ കണ്ടു നിൽക്കാനുള്ള സമയമുണ്ട്. എന്നാൽ ടെർമിനൽ 2 പോവേണ്ടതുമുണ്ട്. ഈ ഗാർഡനിങ്, ചെടികൾ നട്ടുപിടിപ്പിക്കുക അങ്ങനെയുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാനെങ്കിൽ പോലും ഗ്രീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഗ്രീൻ നിറം ഇങ്ങനെ കാണുമ്പോൾ വളരെ ഒരു സൂത്തനിങ് ഇഫക്റ്റ് തരാറുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഗ്രീനറിയാണ്. ആൻഡ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാഴ്ചകൾ കണ്ട് നിൽക്കാണ്ട് ടെർമിനൽ 2 പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോക്കളെ. അങ്ങനെ ഇതാ ടെർമിനൽ 2 യാത്രയിലായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്കുള്ള വണ്ടി കയറാം. ഓരോ വട്ടം നാട്ടിൽ പോകുന്നതും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഐ വാസ് സോ ഹാപ്പി, സോ എക്സൈറ്റഡ്, നെർവസ്, അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷൻസും ആയിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു വലിയ റിയലൈസേഷൻ ആയിരുന്നു എനിക്ക് നാട് എന്ന് പറഞ്ഞൊരു ഫാക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ഓരോ വട്ടവും നമ്മൾ നാട്ടിൽ പോകുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ്. പക്ഷേ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നമ്മളായി പ്രിയപ്പെട്ട കുറച്ച് പേരുണ്ട്. അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരി. ആൻഡ് ദാറ്റ് മൊമെന്റ് വി റിയലൈസ് we are back home. സോ ഇത്തവണ നാട്ടിൽ കാല് വെച്ച് ആദ്യ ദിനം കാണാൻ പോയത് നമ്മുടെ സ്വന്തം കുട്ടുമണീനെ, എൻ്റെ ലിൽ നീസ്. അമ്മയെ കണ്ടതിൻ്റെ ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുട്ടിമണീനെ കാണാൻ പോയപ്പോൾ എൻ്റെ അനിയത്തിയും കുട്ടുമണിയും നല്ല ഉറക്കത്തിലാണ്. പിന്നെ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല, നേരെ ഹോട്ടലിലോട്ട് വിട്ടു. ഈ ജെറ്റ് ലാഗ് എന്നുള്ളത് ചില സമയങ്ങളിൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നാട്ടിൽ വരുന്ന ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഈ ജെറ്റ് ലാഗ് കാരണം രാവിലെ എണീക്കും. പക്ഷെ നല്ല വിശപ്പിൻ്റെ വിളിയോടുകൂടിയാണ് രാവിലെ എണീറ്റത്. അപ്പം നേരെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഈ നാട്ടിൽ വരുമ്പോൾ ഫുഡിനോടുള്ളൊരു ഇഷ്ടം മാത്രമല്ലല്ലോ, കുറച്ച് ആർത്തിയും കൂടുതലാണ്. ആർത്തിയുടെ പേരിലായിരിക്കും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ചേട്ടാ ഒരു ഡബിൾ ഓംലെറ്റും കൂടി എന്ന് പറഞ്ഞു. പേടിക്കട്ട, അടികിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നല്ല മുരുമുരാന്നുള്ള ദോശയും ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറുമായിട്ട് പ്രശ്ന ഭോജനം കഴിച്ചു. ആ ബട്ടർ കണ്ടോ, അത് ആ ചൂടിൽ നല്ല മെൽറ്റായി നല്ല അസൽ സ്വാദായിരുന്നു.